അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ചെറുതായിട്ടൊരു വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് 1 വീക്ക് ചലഞ്ച് ഞാൻ വിചാരിക്കുന്നുണ്ട്. 1 വീക്ക് ഉണ്ടോ എന്നറിയില്ല, പെരുന്നാളാകുമ്പോഴേക്കും. ഇനിയിപ്പോൾ എത്ര നോമ്പ് നമുക്ക് കിട്ടും, ഇനി എന്നാണ് കറക്റ്റ് പെരുന്നാളിൻ്റെ ഡേറ്റ് എന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ പെരുന്നാളിൻ്റെ തലേ ദിവസം വരെ 1 വീക്ക് കിട്ടുമെന്ന് വിചാരിക്കണു. ഇന്നിപ്പോൾ ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് 23ാമത്തെ നോമ്പിനാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ വിചാരിച്ച ആ ഒരു വെയിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറുതായിട്ടൊരു ചലഞ്ച് തുടങ്ങിയേ പറ്റുള്ളൂ. ഓരോന്നോരോന്നെടുത്ത് ഞാനിങ്ങനെ അതും ഇതും എടുത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ നോമ്പ് തുറന്നാൽ പിന്നെ ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കില്ല. അപ്പോൾ മധുരക്കട്ടിയും അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ചലഞ്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആ വെയിറ്റിൽ എത്തില്ല എന്ന് മാത്രമല്ല, വെയിറ്റ് കൂടാനും സാധ്യത ഉണ്ടെന്ന് എനിക്ക് ഒരു തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരാഴ്ച നമുക്കതൊന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഒപ്പം ചെയ്യാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മോളൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇന്ന് ഈ ദിവസത്തെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് പിന്നെ നമ്മൾ രാവിലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. രാവിലെ തലേ ദിവസം രാത്രി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മോള് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾ ഇതാ ഒരു ഉച്ചക്ക് ഏകദേശം ഒരു 2 മണി ആ ഒരു സമയത്താണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ പിന്നെ ഐറൂസ് കളി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഐറൂസ് ആണെങ്കിൽ എന്താ പറയുക, വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറ്റി അവനങ്ങനെ വിലസാണ് കേട്ടോ. ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാനൊന്ന് മേല് കഴുകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തപ്പോൾ പാമ്പേഴ്സൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാറ്റി കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഞ്ഞി വെച്ചിട്ടുണ്ട്, ഫുഡ് കൊടുക്കണം. അപ്പോൾ വന്ന ഉടനെ തന്നെ അവന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ വേണ്ടിയിട്ട് ഇന്നലെ പുറത്ത് പോയപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോബെറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രോബെറി. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി കൊടുത്തില്ല കേട്ടോ. പിന്നെ അതാ എല്ലാവരും ഇവരെന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരും ഒന്ന് റെഡി ആവുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു ഫോട്ടോ എടുക്കാനുണ്ട്. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ പാർട്ടിയുടെ ഒരു പത്രമല്ലേ, എൻ്റെ മൂത്തച്ഛൻ്റെ മകൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മകന് പാർട്ടീൻ്റെ ഭയങ്കര ആളാട്ടോ. അവൻ വക്കീലാണ്. അപ്പോൾ അവൻ ഈ രാഷ്ട്രീയത്തിൽ ഭയങ്കര ഒരു തൽപര കക്ഷിയാണ്. അപ്പോൾ അവൻ്റെ പിന്നെ അവരുടെ ഒരു പത്രം ഉണ്ടല്ലോ, ആ ദേശാഭിമാനി, ആ പത്രത്തിൽ ഒരു ചെറിയതായിട്ടൊരു ഫോട്ടോ, ഈദ് സ്പെഷ്യൽ ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മോള് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ ഓൻ്റെ ഭാര്യയും അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ ഫാമിലി പെട്ടെന്ന് എൻ്റെ വലിയ എന്താ പറയുക മൂത്തച്ഛൻ്റെ മരുകളും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഐറൂസും ഞാനും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോയി ഫോട്ടോ എടുക്കണം എന്നുള്ള ഒന്ന് ഇരുന്ന് ജസ്റ്റ് മെയിലാഞ്ചി ഇടുന്നത് പോലെയൊക്കെയുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് പോകുമ്പോൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ജസ്റ്റ് ഞങ്ങളിങ്ങനെ റെഡിയാണ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് അപ്പം തന്നെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിയിട്ടോ. വന്ന പാട് ഞാൻ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേഗം നമ്മൾ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ കപ്പയൊക്കെ ഞാൻ ചെറുതായിട്ട് നുറുക്കി വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വേവിക്കാൻ വെച്ചു, വെള്ളം അടുപ്പത്ത് വെച്ചു. നമുക്ക് ബീഫും പൂളിയും വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഞാനൊന്ന് തിളച്ച് വരുമ്പോഴാട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തത്. മുളക് പൊടിയും ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്, പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ പൂളിയിലേക്ക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തിളച്ച് വന്നപ്പം പിന്നെ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയവിടെ വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് അത് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വറവെടുക്കണം. കറിവേപ്പിലയിലൊക്കെ ഇട്ടിട്ട് അത്രേ ഉള്ളൂ. പിന്നെ പത്തിരി നമ്മൾ ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ രാവിലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ കറി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല, എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് സ്പെഷ്യൽ എന്ന് പറയാൻ നമുക്ക് ഈ കപ്പയും പുളി ഉണ്ടല്ലോ, കപ്പയും പുളിയല്ല ഇറച്ചിയും പുളി ഉണ്ടല്ലോ. അപ്പോൾ മോള് കുറേ ദിവസമായിട്ട് എനിക്ക് ഇറച്ചിയും പുളിയും കഴിക്കാൻ കൊതിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതന്നെ ആവട്ടെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയതുകൊണ്ട് ഇനി വേറെ പണികളൊന്നുമില്ല.
അപ്പോൾ ഞാനും ഐറൂസും പിന്നെ കുറച്ച് നേരം കാറ്റുള്ളതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഐറൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. ഓരോ കുഞ്ഞു കുഞ്ഞു പൂച്ച അതേമാതിരി കാക്ക അങ്ങനെയൊക്കെ കാണുന്നത് ഓല നോക്കി കാണും ഇങ്ങനെ ബൂ അറിയണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചിറിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുറത്തേക്ക് എടുത്ത് നടക്കുന്നത്. പിന്നെ ഈ നേരം അവൻ വരുന്ന സമയത്ത് ഞാനൊന്ന് ഫ്രീ ആയിട്ട് നടക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റ് പുലർച്ചയ്ക്ക് കിടക്കാതെ വേഗം എല്ലാ പണികളും 10 വരെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം കുറേ നേരം അവനെയും കൊണ്ട് ഇങ്ങനെ മുറ്റത്തൂടെ ഇങ്ങനെ കറങ്ങി എന്താ പറയുക ബൈക്കുമേലൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആ ഒരു സ്കൂട്ടിമേൽ ഇരിക്കുന്ന സംഭവമൊക്കെ ഇപ്പോൾ അതിന് അത്ര ഹരമല്ല കേട്ടോ. എന്താ അറിയില്ല, ഇപ്പോൾ ഇവിടെ അധികം വന്ന് നിൽക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല കേട്ടോ. പിന്നെ ആദ്യമൊക്കെ സ്കൂട്ടി കാണുമ്പോൾ അവന് ഭയങ്കര ത്രില്ലായിരുന്നു. ആ വണ്ടിമേൽ കിടന്ന് തൂങ്ങലായിരുന്നു. ഇപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒപ്പം തന്നെ വേഗമാണ് പോകുന്നുട്ടോ. അല്ലെങ്കിൽ വണ്ടി വന്ന് എടുത്താൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പോൾ ഒന്നും ആവുന്നില്ല. എൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് വേഗം പോകുന്നു. ഞങ്ങൾ കുറേ നേരം ഒരു അരമണിക്കൂറോളം അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞാനിതാ വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ നിലത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് പിന്നെ പത്തിരി വേഗം ചുട്ടെടുക്കാമെന്ന് കരുതി. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവനെ എടുക്കണം എന്ന് വെച്ചാലും എടുക്കാമല്ലോ. അപ്പോൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. മൂപ്പര് വന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. മൂപ്പരപ്പം അങ്ങനെ കളിക്കുന്നുണ്ട് അവന്. പള്ളിയിൽ നിന്ന് അസറൊക്കെ നിസ്കരിച്ച് വന്നതാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ ആണ്ടായതുകൊണ്ട് തന്നെ പള്ളിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും പിന്നെ കബറിൻ്റെ അങ്ങോട്ടൊക്കെ എല്ലാവരും പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരും പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഉസ്താദുമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഉസ്താദുമാരെ അങ്ങനെയൊക്കെ വിളിച്ച് ദ്വാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഐറൂസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അവൻ അടങ്ങി നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല. അവൻ അങ്ങോട്ട് പോകൊക്കെ ആയതുകൊണ്ട് ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ പണികൾ തീർക്കണം കേട്ടോ. അവരവിടെ കളിക്കട്ടെ, നമുക്കിവിടെ പണികൾ തീർക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പണിയെന്ന് അറിയണ്ടേ. പക്ഷേ ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ടതുകൊണ്ട് അവന് പൊറുക്കി ഒന്നുമില്ല. രാവിലെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്. കാരണം പിന്നെ എല്ലാം പൊടി വരെ, അതായത് ചെറിയ പൊടി എവിടെയെങ്കിലും ജനാലമ്മലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ അവൻ വിരലോട്ട് ഇങ്ങനെ എടുത്തിട്ട് കൂട്ടും അവന്. അപ്പം ഞാൻ രാവിലത്തെ എന്താ പറയുക, നമ്മുടെ ഇന്നലെ രാത്രിത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജനവാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ അവന് കിട്ടരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നാലും ഇടയ്ക്ക് പണി ഒപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കുട്ടികളെ എന്തൊക്കെയാണ് എത്താൻ നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങ് പോയി അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ ചിക്കൻ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് രാവിലെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതും കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അത് കഴുകി വെച്ച നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു തുടർ വീഡിയോ, ഒരു പാർട്ട് 2 എന്ന് തന്നെ പറയാമല്ലോ ഈ വീഡിയോ. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ കുറേ എന്നാലും ഞാൻ കാണാത്തവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് പറയാം. അപ്പോൾ രാവിലെ ഞാനൊക്കെ ചിക്കനൊക്കെ കഴുകി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇതാ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഇട്ടൊന്ന് മൂത്തിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ ഇട്ടതാ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ അങ്ങനെ സ്റ്റൂ ഒന്നുമല്ല, അതുപോലെ തന്നെ വലിയ എങ്ങനെ തേങ്ങ അരച്ച കറിയൊന്നുമല്ല കേട്ടോ. ഞാൻ സാധാ ഒരു നോർമൽ ചിക്കൻ കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതവിടെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മുടെ ഇറച്ചിയും പുളിയും വെച്ചേക്ക് ഞാൻ ചെറിയുള്ളിയൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. പത്തിരി നമ്മളിങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ചുടുന്നതും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പത്തിരി പണിയും കഴിഞ്ഞു. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ സമയം അപ്പോൾ പിന്നെ 6 മണിയുണ്ട്. കാരണം ഞങ്ങൾ കുറേ നേരം കളിച്ച് നടന്നതുകൊണ്ട് സമയം പോയത് അങ്ങോട്ട് അറിഞ്ഞില്ല കേട്ടോ. അപ്പം പിന്നെ വേഗം ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ഇന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഐറൂസും മോളൂനും ഫ്രൂട്ട്സ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും കേട്ടോ. ഐറൂസിന് പ്രത്യേകിച്ചും പച്ചമുന്തിരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവന് അതങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ആർക്കും തരൂല കേട്ടോ. നമ്മൾ എത്ര കൊണ്ടുവന്നാലും അവൻ പിന്നെ നമുക്കൊന്നും തരൂല. അവനെ ഫുള്ള് കിട്ടണം എന്നുള്ള ഒരു ഇതാണ്. ഫുള്ള് അവൻ തന്നെ കഴിക്കും. അപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുണ്ട്. കഴുകിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ എന്നാൽ ഇതും സമാമ് ഇത് നീനുട്ടി പറഞ്ഞത് കേട്ടോ. അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് ഈ സംഭവം എന്നൊന്ന് കഴിച്ചു നോക്കണം എന്ന്. അപ്പോൾ ഞാനിത് ആദ്യമേ കഴിച്ചു നോക്കിയ ഫ്രൂട്ട് ആയതുകൊണ്ട് എനിക്കത് വലിയ ഒരു വികാരമില്ലാത്തൊരു ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഞാനത് വാങ്ങാനൊന്നും പറയലില്ല. ഞാൻ വാങ്ങി കൊടുത്തിട്ടുമില്ല ഇനി കേട്ടോ. ഇന്നിപ്പോൾ ഇപ്പച്ചി ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീന് പറഞ്ഞതാണ് സമാമ് വേണമെന്ന്. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ പേരക്ക കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് പേരക്കയും പിന്നെ വത്തക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ പേരക്ക വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട്
എന്താ പറയുക മേശപ്പുറത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് മാത്രം ആണ് കഴിക്കുന്നത്. എന്താ പറയുക പിന്നെ ഉള്ളത് പത്തിരി മറിച്ചും പുളിയൊക്കെയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക കഴിക്കുക എന്നുള്ള രീതിയിൽ കഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നാമ വെച്ച് നോക്കുക ടേസ്റ്റ് അറിയാൻ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എടുത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടോ. ആ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവൻ അത്ര ഇഷ്ടം കേട്ടോ, എനിക്കറിയില്ല എന്തെത്ര താല്പര്യം. അപ്പോൾ അതാ ഇതിലേക്ക് കണ്ട് നോക്കുന്നുണ്ട് അതെന്താ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു സമാം എടുത്തിട്ട് അവന് കൊടുത്തു. പക്ഷേ അവന് വിചാരം പപ്പായയാണ് എന്നാണ്, കാരണം പപ്പായ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പപ്പായ അല്ലല്ലോ അവന്, അതാണ് വിചാരിച്ചുകൊണ്ടാണ് അത് എടുത്തത് കേട്ടോ. പിന്നെ അത് വലിയ താല്പര്യം വന്നില്ല, ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ അവന് വലിയ ഇഷ്ടമൊന്നും തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചമുന്തിരി എടുത്തു കൊടുത്തു കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ മേശപ്പുറത്ത് എടുത്ത് വെക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇന്ന് എല്ലാവരും ഉള്ളതല്ലേ, മോളും ആയിരസും ഞങ്ങളൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഞാൻ പള്ളിയിൽ പോകണില്ല, നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കുക, ഒരു ദിവസമെങ്കിലും നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിക്കണമല്ലോ. അപ്പം ശരിക്കും മോള് ഇവിടെ ഇല്ലാത്തപ്പോൾ ഞങ്ങളങ്ങോട്ട് മുഴുവനാവില്ലല്ലോ, അത് ഞങ്ങളൊരു ഫാമിലി പറഞ്ഞാൽ മുഴുവനാവാത്തത് കൊണ്ട് അങ്ങനെ എന്താ പറയുക പിന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു നോമ്പിന് എന്ന് പറയുന്നത് നോമ്പ് തുറ ദിവസത്തിലായിരുന്നു. മഞ്ചേരി നോമ്പ് തുറക്കാനും ഇവിടെ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറ ഉള്ള സമയത്താണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിചാരിച്ചേക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു നോമ്പ് തുറ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പള്ളിയിൽ പോകണില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് നോമ്പ് തുറക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഡൈറൂസിന് പച്ചമുന്തിരി കിട്ടിയിട്ടുണ്ട് ഗുയിസ്. പിന്നെ ഇത് ആർക്കും കൊടുക്കില്ല കേട്ടോ, അവൻ അതിൽ ഇങ്ങനെ കളിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷം കണ്ട അവൻ്റെ മുഖത്ത് അത് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ ഞാൻ എന്താ പറയുക കുറച്ച് മൂപ്പർക്ക് മാത്രം, ഞങ്ങളൊന്നും ജ്യൂസ് കുടിക്കാറില്ല, കാരണം മധുരം അങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് കരുതിയിട്ട്. മോളും ആയാലും ഒരു അത്യാവശ്യം നല്ല ഡയറ്റിലാണ് കേട്ടോ. അവളിപ്പോൾ ഒരു 4 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് നോമ്പിന്. അവൾ ഈ ഷുഗർ അങ്ങോട്ട് കട്ട് ചെയ്ത് തീരെ ഉപയോഗിക്കണില്ല കേട്ടോ. ഷുഗർ കട്ടും പിന്നെ അരിഭക്ഷണം, ഒരു നേരം അരിഭക്ഷണം കഴിക്കണുള്ളൂ. ഇപ്പോൾ കുട്ടി പാല് കുടിക്കണത് കൊണ്ടായിരിക്കും പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞ് അവൾ 85 ഉണ്ടായിരുന്നു, 80 ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾക്കും നോമ്പ് തോറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വേരിയേഷൻ ഉണ്ട്, കറക്റ്റ് അറിയില്ല. നാളെ മുതൽ സ്ട്രിക്റ്റ് ആക്കണം. ഇന്നലെ അവളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു. കോളേജ് ഉണ്ടായിരുന്ന ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫ്രണ്ട്സെല്ലാം ആയിട്ട് അവളൊന്ന് ചെറിയതായിട്ടൊരു നോമ്പ് തുറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതുകൊണ്ട് അവൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇനി ജ്യൂസ് ഏതായാലും വേണ്ടാന്ന് പറഞ്ഞു. അവൻ്റെ ഹസ്ബൻഡിന് മാത്രം ഞങ്ങൾ ജ്യൂസ് അടിച്ചു. അത് ചിക്കു ഷേക്കാണ് കേട്ടോ. ഞാൻ ഷേക്ക് നല്ല പാലൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എന്താ നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ട്, ചിക്കൻ കറി, ഇറച്ചിപ്പുള്ള വെച്ചത്, ഫ്രൂട്ട്സാണ് മെയിൻ. കാരണം എല്ലാവരും അത്യാവശ്യം ചെറുതായിട്ടുള്ളൊരു ഡയറ്റ് ആയതുകൊണ്ട് ഫ്രൂട്ട്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. പിന്നെ ഈത്തപ്പഴവും കാര്യങ്ങളും എല്ലാം മേശപ്പുറത്ത് അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കാം അല്ലേ. അപ്പം ഞാനിത് ആ സമയത്താണ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് 96.5 കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് 96.2 ആയിരുന്നു. അപ്പോൾ 300 ഗ്രാം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം 2-3 ദിവസമായിട്ട് ഞാൻ ഒരു ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പീസ് കഴിച്ചിട്ട് അങ്ങനെ മൊത്തത്തിലുള്ള ചെറിയൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സ്വീറ്റ്സ് ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനൊരു ത്വരയാണല്ലോ. അപ്പോൾ അതും ഞാനിങ്ങനെ ഇടയ്ക്കെടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെയുള്ള കഴിപ്പൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു 1 വീക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം ഈ ഒരാഴ്ചയെങ്കിലും കഴിക്കാതെ എന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ എൻ്റെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 95 അല്ലെങ്കിൽ 94.9 എന്നുള്ള ഒരു വെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അടുത്ത മാസം എങ്ങനെയെങ്കിലും 90 ആക്കാം, അല്ലെങ്കിൽ 89 ആക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഞാൻ. ഇനിയൊരു 6 മാസം ആകുമ്പോഴേക്കും നമ്മുടെ 80 കിലോ എന്നുള്ള ഒരു സംഭവത്തേക്ക് എത്തണം. അങ്ങനെ പക്ഷേ നമ്മൾ പെട്ടെന്ന് 80 കിലോനാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആവില്ല. കാരണം പിന്നെ അങ്ങനെ സാവധാനമല്ലേ കുറയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഓരോ യൂട്യൂബിൽ തന്നെ ഓരോരുത്തർ ഡയറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക ഓരോ
അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും മരണമൊക്കെ സംഭവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഡയറ്റ് അങ്ങനെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് അങ്ങനെ തീരെ ഒരു നല്ലൊരു ഡയറ്റ് അല്ലാതെ നമുക്ക് ചെയ്യാൻ തോന്നണമില്ല. അപ്പോൾ അത്യാവശ്യം കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ്. സാവധാനത്തിൽ കുറയാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കുറച്ചൊക്കെ കഴിക്കാതെയുള്ള ഡയറ്റ് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് പേടിയാണ് ഇപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാവധാനത്തിൽ ഇപ്പോൾ നോമ്പിന് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ 94 പോയിൻ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം കൊണ്ട് നമുക്ക് 89 എന്നുള്ള അങ്ങനെ ഓരോ മാസം ഞാൻ ഓരോ വെയിറ്റ് അങ്ങനെ കരുതാം. അങ്ങനെ കരുതുമ്പോൾ നമുക്കൊരു 5 കിലോനല്ലേ കുറക്കാനുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ കുറച്ചുള്ളൂ എന്നുള്ള സംഭവം വന്നിട്ട് നമ്മൾ ആ ഒരു സമാധാനത്തിൽ വെയിറ്റ് കുറക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് 30 കിലോ കുറക്കാണ്ട് 20 കിലോ കുറക്കാണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെന്താവും തീരെ ഒന്ന് എന്ന് കുറയാനാ എന്നുള്ള പ്ലാനിൽ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ തീരെ അതിന് ശ്രമിക്കില്ല, അത് റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ കുറച്ച് ഇറച്ചിമ്പുള്ളി എടുത്തിട്ടുണ്ട്. പത്തിരി ഒന്നും കഴിച്ചിട്ടില്ല, കുറച്ച് ഇറച്ചിമ്പുള്ളി എടുത്ത് പിന്നെ ബാക്കി നമ്മൾ ഫ്രൂട്ട്സാണ് ഞാൻ എല്ലാ ഫ്രൂട്ട്സും കുറേശ്ശെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞ് ഞാനിതാ ഐറൂസിനെ കൊണ്ട് സോഫയിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങളിവിടെ കിടന്ന് ഇങ്ങനെ അവനൊന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫോൺ കുറച്ച് ഗ്യാപ്പ് നല്ല പിടിച്ച് പിടിച്ചിട്ട് അവനെ അടുത്തല്ലാതെ കാണിച്ചു കൊടുക്കാനിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അവൻ അടങ്ങി നിൽക്കണമെങ്കിൽ അവൻ്റെ വീഡിയോനെ കാണിച്ചു കൊടുക്കണം. വേറെ നമ്മളുണ്ടല്ലോ വേറെ റീൽസോ കാര്യങ്ങളോ നമുക്ക് ഇഷ്ടപ്പെട്ട റീൽസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഓൻ്റെ റീൽസ് അതായത് ഓൻ്റെത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റീൽസ് മാത്രം കണ്ടാലേ അവൻ അടങ്ങി നിൽക്കുള്ളൂ. നീനുട്ടി അവിടെ തകൃതിയായിട്ട് ഒരുപാട് പാത്രം കഴുകാണ്ടെന്ന് അവൾക്ക് കിട്ടുക. കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിൽ വെച്ച് തിരക്കൂട്ടിയതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പാത്രം കഴുകാനുണ്ട്. അവളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല, എനിക്ക് പാവം തോന്നി. ഒരുപാട് പാത്രം കഴുകാനും എന്നൊക്കെ ഉണ്ട്. അവൾ ഒക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളിത് എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ നോമ്പൊക്കെ പ്രമാണിച്ച് രാത്രി ആയാൽ ഒരു ഉപ്പിലിട്ട് കഴിക്കണ ഒരു സംഭവം ട്രെൻഡായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടുത്തുണ്ടെന്ന് ഞങ്ങളിങ്ങനെ നോമ്പ് ഫസ്റ്റിലേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രമായിട്ട് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ മോള് വരുന്നത് എന്തായാലും അവൾ ഒരു ദിവസമെങ്കിലും നിൽക്കാൻ വരുമല്ലോ, ആ ടൈമിൽ പോവാം അപ്പോൾ കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നീനുട്ടിയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാമെന്ന് പറയുന്ന ത്രില്ലില്ലല്ലോ. മോളും ഉണ്ടാകുമ്പോഴാണ് എനിക്കും നീനുവിനായാലും, കാരണം അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരാൾ വേണ്ടേ. അപ്പോൾ അതാ മോള് വന്ന ദിവസം ഇന്ന് തന്നെ അങ്ങോട്ട് പോവാന്ന് കരുതി ഞങ്ങളിതാ ഇറങ്ങിയിട്ടത്. എല്ലാവരും ഒരു കണ്ട നോക്കട്ടെ ടേസ്റ്റ് നോട്ടെ. അപ്പോൾ വേണ്ടേ ആൻറ്റി 50 ഇതൊന്ന് വെച്ച് നോക്കി. ഇത് അടിപൊളി സാധനം. തരുള്ള ഭാഗത്ത് ജ്യൂസൊന്നും വേണ്ട. കലോറി ഉണ്ട് ഇല്ലേ? കലോറി ഇല്ല, സാധാ കലോറി ഇല്ല. ചെമ്മീൻ രസമുണ്ടോ? ചെമ്മീൻ വാങ്ങണമെന്നോ? എനിക്ക് വേണ്ട. എനിക്ക് വാങ്ങിക്കോ. 6ാമത്തെ ആഴം. ഞങ്ങൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. കുറേ മധുരമുള്ള മാങ്ങ, ഇരുള്ള മാങ്ങ, പുളിയുള്ള മാങ്ങ, കൂടുതൽ മധുരമുള്ള മാങ്ങ മാർക്കോ മാങ്ങ ഒക്കെ ഉണ്ട്. മാർക്കോ മാങ്ങയാണ് ഏറ്റവും എരുട്ടോ. എല്ലാം വാങ്ങിയിട്ട് ഓരോന്ന് വാങ്ങിയിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്തു, എല്ലാം കഴിച്ചു. അങ്ങനെ ഒരു 6 or 7 മാങ്ങൻ്റെ തന്നെ കഴിച്ചു. പിന്നെ നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സോഡ ഐറ്റംസാണ്. ഇത് അറിയുന്നത് ഒരു ജ്യൂസ് ഐറ്റംസാണ് കേട്ടോ. അതായത് എന്താ പറയുമല്ലോ, എന്താണ് ഈ ഒരു ഇതിലേക്ക് പാർന്നിട്ട് ഇങ്ങനെ കുലുക്കി സർബത്ത് മോഡലുള്ള സംഭവം കുലുക്കി ഇങ്ങനെ തരുന്ന ആ ഒരു സംഭവമാട്ടെ ഈ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ സോഡ ഐറ്റംസ് വേണ്ട, അങ്ങനെ പറ്റാത്തൊരു ഇപ്പം നീനിന് അങ്ങനെ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കില്ല. അത് കുറച്ച് കടുപ്പാണെന്ന് തോന്നുന്നു ആ ഒരു
പിന്നെ ഈ സോഡ വെച്ചുള്ള സംഭവം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നോക്കിയില്ല. അവിടെ മുളക് ഇതൊക്കെ ഇട്ടിട്ട് ഓരോ കുടിച്ചിട്ട് ഇങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ ആക്കുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വേണ്ടായ ജ്യൂസ് ഐറ്റംസ് തന്നെ കുടിക്കാമെന്ന് കരുതി അവിടെ ഒരുപാട് ഫ്ലേവർ ജ്യൂസുകൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാ വേണ്ടാന്നൊക്കെ നോക്കി ചോദിച്ചപ്പം എന്താ പറയുക, മാംഗോ ഉണ്ട്, എല്ലാത്തിൻ്റെയും കുറേ പൾപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർ ഉണ്ടാക്കി തരും. അപ്പം ഇതും ഹോർലിക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നീനും ബൂസ്റ്റ് മതി എന്ന്. അപ്പോൾ മോളും മറ്റേ പീനട്ടിൻ്റെ അതുമാണ് പറഞ്ഞത്. അങ്ങനെ 3 ആൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അതിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുടിക്കുക. അല്ല നമ്മൾ ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ പൊളിക്കാനാവില്ല. ഇന്നിപ്പോൾ മോള് വരാൻ വെയിറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സംഭവം ഞങ്ങൾ കുറേ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കാണുന്നു, അരീക്കൂട് അതുണ്ട്, അരീക്കൂട് ഇതുണ്ട്, അരീക്കൂട് മറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു, വരണം എന്ന് വിചാരിക്കണം. അപ്പം മോളും ഐറിസും വരട്ടെ എന്നുള്ള കാത്തിരിക്കുന്നു കേട്ടോ. ഐറിസാണെങ്കിൽ ഞങ്ങൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരമായപ്പോൾ അവൻ അങ്ങനെ ഉറങ്ങി ചെയ്തിട്ട് അവൻ ഇതൊന്നും കണ്ടിട്ടില്ല, അവൻ ഇതൊന്നും കുടിച്ചിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ബോയ്സ് പറഞ്ഞിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ആ ഒരു കടയുടെ മുന്നിൽ അങ്ങോട്ട് അടിഞ്ഞു കൂടിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ വണ്ടി വിളിച്ച് തരുന്നതായതുകൊണ്ട് നമ്മൾ ഇടിച്ചങ്ങോട്ട് കയറി എല്ലാം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറുന്നത് വരെ അവിടെ ഗേൾസൊക്കെ അങ്ങനെ കയറാതെ ഇങ്ങനെ വിട്ടിങ്ങനെ നിൽക്കുന്നു. ഒക്കെ ഡ്രസ്സ് എടുക്കാമെന്ന ചെറിയ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കയറി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നാലെ ഞങ്ങളുടെ കൂടെ എന്താ പറയുക, അവർക്കൊരു ധൈര്യം വന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ ബാക്കിൽ വന്നിട്ട് ഓരോ ഗേൾസ് വന്നിട്ട് വാങ്ങി തിന്നാൻ തുടങ്ങി. അപ്പോൾ നീനൊക്കെ പറയുന്നുണ്ട് ഇതുവരെ അവരും മടിച്ചിങ്ങനെ നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ വന്നുകാട് കയറി വാങ്ങി കഴിക്കാനായിട്ട് ബോയ്സ് ഒന്നായിട്ട് കണ്ട് കണ്ടിട്ടേ അത്രയുണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒന്നായിട്ട് കണ്ട് പൊത്തി നിൽക്കാന്ന് അറിയില്ല കടയിൽ ഇങ്ങോട്ട്. പിന്നെ ലേറ്റൊക്കെ വെച്ച് സൂപ്പറൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊക്കെ നോമ്പ് കാലത്ത് തന്നെ ഇതിൻ്റെ ഒരു വൈബ് അറിയണമല്ലോ. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. അങ്ങനെ അവിടുന്ന് പോരുമ്പോൾ എന്താ പറയുക, മമത ബേക്കറിയിൽ നിന്ന് കയറി എന്തെങ്കിലും വാങ്ങാമെന്ന് കയറി. മമത കാണുമ്പോൾ അത് അറിയാതെ ഇങ്ങനെ ഒരു കാന്ത ഒട്ടുന്ന പോലെ അങ്ങോട്ട് ഒട്ടു അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്ന് കരുതി പോകുന്നതാണ്. ശരിക്കും സ്നാക്സാണ്, സമൂസ അങ്ങനെ എന്തെങ്കിലും കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. മോളാണെങ്കിൽ പറഞ്ഞു വന്ന ഉടനെ ഞാൻ വന്നിട്ട് എനിക്കൊന്നും എണ്ണക്കടി ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവളിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പക്ഷേ ഞാൻ ഒന്നാമത് അവൾ പറഞ്ഞ ഇറച്ചിമ്പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അവളും ചെറുതായിട്ടൊരു ഡയറ്റ് തന്നെയാണ്, നല്ല രീതിയിൽ വെയിറ്റ് കുറയുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാനായിട്ട് എണ്ണക്കടി ഉണ്ടാക്കിയിട്ട് അവളെ തീറ്റിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. പക്ഷേ അവളങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോരുന്ന് വയ്ക്കുന്ന മമതേന്ന് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അവിടെ അവരുടെ അലമാരയൊക്കെ കാലിയായി കിടക്കുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒന്നുമില്ല കേട്ടോ, ആകെ 2-3 ചിക്കൻ റോളുണ്ട്. അപ്പോൾ അത് ഒരു മണി ഞാൻ പറഞ്ഞാൽ ചിക്കൻ റോൾ വാങ്ങിക്കോളൂ, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം, ഒന്നെങ്കിൽ വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് അവളൊരു ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ ഈ കുനാഫ എന്താ പറയുക, ഗൾഫ് കുനാഫ അങ്ങനെ എന്തോ ഒരു കുനാഫ പറഞ്ഞു, മേലെ ഇങ്ങനെ ചോക്ലേറ്റ് കുനാഫ മുട്ടായോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് എന്താ ഒരു ഒന്നിന് 250 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ ഇതും കോൺ ഐസ്ക്രീമാണ് എടുത്തത്. നീനുട്ടി പിന്നെ അവളുടെ ഫേവറേറ്റ് ലേസ് എടുത്തു. 30 രൂപയുടെ ലേസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ന് വെള്ളം കഴിച്ച് വയറുവേദന ആയി എന്ന് പറയട്ടെ, അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അവർ ബില്ലടക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ ബാഗ് നീനുട്ടിൻ്റെ കയ്യിലാതുകൊണ്ട് അവൾ തന്നെ അടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടച്ച് ഞങ്ങൾ ഓട്ടോക്ക് ഇങ്ങനെ നോക്കി ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അറിയുന്ന ഒരാളെ ഓട്ടോനെ കിട്ടി. അതുകൊണ്ട് സമാധാനത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങട്ടെ. ഞാൻ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ കണ്ടപ്പോൾ പിന്നെ ഞാൻ കയറിയിട്ടോ. ഞങ്ങൾ അറിയുന്ന ഒരാളും ആയതുകൊണ്ട് സമാധാനത്തിൽ പോരല്ലോ എന്ന് കരുതിയാൽ കയറി. അപ്പോഴൊക്കെ വൈറൂസ് ഇങ്ങനെ ഉണ്ട്. ഞാനിത് എവിടെ റബ്ബേ എന്നുള്ളൊരു നോട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് അപ്പോഴാണ് ഓണർന്നത് കേട്ടോ. അവൻ അതൊന്ന് എന്താ പറയുക, നമ്മുടെ ഉപ്പിലിട്ടതൊന്നും നോക്കാനൊന്നും കഴിഞ്ഞ് ഒരു കണക്കിന് അവൻ ഉറങ്ങി നന്നായി. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആമ വെക്കുമല്ലോ, നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ സുർക്കയിലിട്ടൊന്നും കഴിക്കണത് കുട്ടിയൊക്കെ നല്ലതല്ലോ. അപ്പോൾ ഞാൻ കരുതി ഐറൂസ് ഉറങ്ങി നന്നായി എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിതവിടെ വീട്ടിലെത്തി. ഐറൂസ് പിന്നെ എന്താ പറയുക, ചോക്ലേറ്റ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുനാഫ ചോക്ലേറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് മോളും അത് കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാട്ടോ വാങ്ങിയത്. ഓളത് വാങ്ങി. നീനും അവിടെ ലേസ് കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതും അവിടെ ഐസ്ക്രീം കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിചാരിച്ചതിലും അടിപൊളിയായി കേട്ടോ ഇന്നത്തെ രാത്രിയത്തെ ആ ഒരു അരമണിക്കൂർ നമ്മൾ തിന്നു പിടിച്ചു കേട്ടോ. ഒന്ന് കാണിച്ചുണ്ടാ അതിന്റെ വില എത്രയാണ്? ഓഹോ, ഞാൻ അറിഞ്ഞില്ല.
ബിങ്കോ ഇതെന്താ വാങ്ങിയേ ഇമ്മി ആയുഷ് ചിന്നിനുണ്ടോ ഇഷ്ടായോ ആയുഷിന്റെ കുപ്പായി നല്ല ഷോക്കുണ്ടല്ലോ അങ്ങനെ ഞങ്ങള് ഇന്നത്തെ കുറെ ദിവസമായിട്ടുള്ള പൂതിയിടും ഓൺ വോയിസ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ നീനോട്ട് ഇതൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര തർക്കം അപ്പം ഞാൻ അതവിടെ നിർത്തി അപ്പം ഞാൻ ഈ കുനാഫ സാധനം ഈ സംഭവം ഞാൻ ഈ കടിക്കുന്ന ഒരു കടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് മുതൽ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല ഞാനത് കഴിച്ച് 99 എന്നുള്ള വെയിറ്റിലേക്ക് അങ്ങനെ പോകും കേട്ടോ അതാണ് നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഗുണം ഇതാണ് നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ പെട്ടെന്നാണ് ഐറൂസിൻ്റെ ഇന്ന് പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐറൂസ് മോളൂട്ടോ ഹസ്ബൻഡ് ഇന്ന് വരും പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എന്താ വിളിച്ച് പറഞ്ഞത് എന്നാൽ ഇന്നൊരു ദിവസം അവിടെ നിന്നോളി നാളെ പോവാന്ന് അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു ഫേക്ക് അടിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്ട് അപ്പം നാളെ ഞാൻ ഐറൂസായിട്ടുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളായിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ